PSC ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ഓരോ സാധാരണ ദിവസവും നിങ്ങൾ അറിയാത്ത തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ചില വലിയ ശക്തികളാണ് ഉപയോഗിക്കുന്നത്. ഞാനിങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇന്ന് നമ്മൾ കൃത്യമായി ആ 4 ശക്തികളെക്കുറിച്ചാണ്, അതെ, ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടന്നാലോ? ഒന്ന് ശരിക്കും ആലോചിച്ചു നോക്കൂ. രാവിലെ എണീച്ച് ഒരു ചായ കുടിക്കുന്നത് മുതൽ രാത്രി കൂട്ടുകാരുമായി ഫോണിൽ സംസാരിക്കുന്നത് വരെ നമ്മുടെ ഓരോരോ കാര്യങ്ങളിലും ഇന്ത്യൻ ഭരണഘടനയുണ്ട്. ഈ ഒരു ചെറിയ ചർച്ച കഴിയുമ്പോഴേക്കും നിങ്ങൾ ഞെട്ടും. കാരണം നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് മൗലിക അവകാശങ്ങളുടെ ഒരു ലോകത്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് ആർട്ടിക്കിൾ 19 നിന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബൊക്കെ ഓഫ് ഫ്രീഡംസ് ആണ്, അതായത് സ്വാതന്ത്ര്യങ്ങളുടെ ഒരു കൂട്ടം. നമ്മുടെയൊക്കെ ഒരു ദിവസം തുടങ്ങുന്നത് പോലും ഈ അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അതെങ്ങനെയെന്നല്ലേ നമുക്ക് നോക്കാം. ശരി, അപ്പോൾ ഈ ആർട്ടിക്കിൾ 19 കൃത്യമായി 6 പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യങ്ങളുണ്ട്. 6 എണ്ണം. ഇത് ഓർത്തിരിക്കാൻ ഒരു പാടുമില്ല കേട്ടോ. നമുക്കൊരു സിമ്പിൾ കഥയിലൂടെ ഇതെല്ലാം പഠിച്ചെടുക്കാം. ഈ കഥയൊന്ന് കേട്ടാൽ മതി, പിന്നെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളത് മറക്കില്ല, അതെന്റെ ഉറപ്പാണ്. ഇതൊന്ന് ഓർത്തു നോക്കൂ. നിങ്ങൾ രാവിലെ എണീറ്റ് വീട്ടുകാരോടൊക്കെ സംസാരിക്കുന്നു, അല്ലേ? അതാണ് നമ്മുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യം, സംസാര സ്വാതന്ത്ര്യം. പിന്നെ വൈകുന്നേരം കുറച്ച് കൂട്ടുകാരെ കാണാൻ പോകുന്നു, സമാധാനപരമായി ഒത്തുകൂടുന്നു, അതാണ് സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം. പിന്നെ നിങ്ങളെല്ലാവരും കൂടി ഒരു തീരുമാനമെടുക്കുന്നു, നമുക്കൊരു ക്ലബ്ബ് തുടങ്ങിയാലോ എന്ന്. അതാണ് സംഘടനയുണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം. ശരി, ക്ലബ്ബൊക്കെയായി, ഇനി എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോകാൻ തീരുമാനിക്കുന്നു. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം, അതാണ് സഞ്ചാര സ്വാതന്ത്ര്യം. ആ പോയ സ്ഥലത്ത് ചിലർക്ക് ആ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അവിടെ തന്നെ താമസിക്കാൻ തീരുമാനിക്കുന്നു, അത് താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. അവസാനം അവിടെ ജീവിക്കണ്ടേ, അപ്പോൾ അവിടെ ഇഷ്ടമുള്ളൊരു ജോലി കണ്ടെത്തുന്നു, അതാണ് തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. കണ്ടോ എങ്ങനെയുണ്ട്? നിങ്ങളുടെ ഒരു ദിവസത്തെപ്പോലെ തന്നെ സിമ്പിൾ. ഈ 6 സ്റ്റെപ്പുകൾ ഓർത്താൽ മതി, ആർട്ടിക്കിൾ 19 നിങ്ങളുടെ കയ്യിലിരിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ സ്വാതന്ത്ര്യങ്ങളൊന്നും അങ്ങനെ അങ്ങ് കണ്ണടച്ച് ഉപയോഗിക്കാൻ പറ്റില്ല. അതിനും ചില നിയന്ത്രണങ്ങളുണ്ട്. അതായത് ആർട്ടിക്കിൾ 19(1) നമുക്ക് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു വാതിൽ തുറന്നു തരുമ്പോൾ 19(2) മുതൽ 19(6) വരെയുള്ള വകുപ്പുകൾ അതിനൊരു പൂട്ടിടുന്നുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ സ്വാതന്ത്ര്യം രാജ്യസുരക്ഷയോ പൊതുസമാധാനത്തെയോ മറ്റാളുകളുടെ അവകാശങ്ങളെയോ ബാധിക്കാൻ പാടില്ല. അപ്പോൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്: സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ അതിന് യുക്തിസഹമായ ചില നിയന്ത്രണങ്ങളുമുണ്ട്. രണ്ടും ചേർന്നതാണ് ആർട്ടിക്കിൾ 19. ഇനി ഇന്നത്തെ കാലത്ത് ആർട്ടിക്കിൾ 19ന്റെ ശക്തി എത്ര വലുതാണെന്ന് നോക്കിക്കേ. നമ്മൾ കേൾക്കുന്ന വിവരാവകാശ നിയമം, അതായത് RTI, പിന്നെ പത്രസ്വാതന്ത്ര്യം, ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. എന്തിനേറെ പറയുന്നു, നമ്മളിപ്പോൾ ഈ കാണുന്ന ഇന്റർനെറ്റില്ലേ, 2020 അനുരാധ ഭാസൻ കേസിൽ സുപ്രീം കോടതി പറഞ്ഞു ഇന്റർനെറ്റ് ഉപയോഗിക്കാനുള്ള അവകാശവും ആർട്ടിക്കിൾ 19ന്റെ ഭാഗമായി വരുന്ന ഒരു മൗലികാവകാശമാണെന്ന്. PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത്തരം പുതിയ കേസുകളും വ്യാഖ്യാനങ്ങളും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്തു വെച്ചോളൂ. ശരി, അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യങ്ങളൊക്കെയുണ്ട്. ഇനി ഈ സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിനിടയിൽ അറിയാതെ നമ്മളൊരു കേസിൽ പെട്ടുപോയാലോ? പേടിക്കണ്ട, അവിടെയാണ് നമ്മുടെ ഭരണഘടന ഒരു രക്ഷാകവചവുമായി വരുന്നത്. അതാണ് അനുച്ഛേദം 20. ഇത് നമ്മളെ അന്യായമായ ശിക്ഷകളിൽ നിന്നൊക്കെ സംരക്ഷിക്കാനുള്ള ഒരു ഷീൽഡാണ്. ഇതിലെ ഒന്നാമത്തെ സംരക്ഷണം എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ എന്നതിൽ നിന്നാണ്. ആ പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട, സംഭവം വളരെ സിമ്പിളാണ്. ഇതിൻ്റെ അർത്ഥം ഇതാണ്: നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ എന്ത് നിയമമാണോ നമ്മുടെ നാട്ടിലുള്ളത്, ആ നിയമം വെച്ച് മാത്രമേ നിങ്ങളെ ശിക്ഷിക്കാൻ പാടുള്ളൂ. അതിനുശേഷമുണ്ടാക്കുന്ന പുതിയ നിയമങ്ങളൊന്നും നിങ്ങൾക്ക് ബാധകമല്ല. ഇതിനെയാണ് പിൻകാല പ്രാബല്യം ഇല്ലാത്ത നിയമം എന്ന് പറയുന്നത്. ഈ ഒരു ഉദാഹരണം നോക്കിയാൽ സംഭവം ക്ലിയറാവും. വിചാരിക്കുക, ജനുവരി 1-ാം തീയതി നിങ്ങളൊരു പൊതുസ്ഥലത്തുനിന്ന് പുകവലിച്ചു. അന്നതൊരു കുറ്റമല്ലായിരുന്നു. എന്നാൽ ഫെബ്രുവരി 1-ന് സർക്കാർ പുതിയ നിയമം കൊണ്ടുവന്നു, പൊതുസ്ഥലത്തെ പുകവലി ഒരു കുറ്റമാക്കി. എങ്കിൽ ജനുവരിയിൽ നിങ്ങൾ ചെയ്ത ആ കാര്യത്തിന് നിങ്ങളെ ശിക്ഷിക്കാൻ പറ്റുമോ? പറ്റില്ല. അത്രയുള്ളൂ സംഭവം. രണ്ടാമത്തെ സംരക്ഷണം ഡബിൾ ജിയോപാഡിയിൽ നിന്നാണ്. അതായത് ഇരട്ട ശിക്ഷയില്ല. വളരെ സിമ്പിളായി പറഞ്ഞാൽ, ഒരേ ഒരു തെറ്റിന് ഒരാളെ 2 തവണ ശിക്ഷിക്കാൻ നമ്മുടെ നിയമത്തിൽ വകുപ്പില്ല. ഒരു കുറ്റം, ഒരു ശിക്ഷ, അതാണ് നിയമം. ഇനി മൂന്നാമത്തത്, ഇത് നമ്മൾ സിനിമയിലൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്, സെൽഫ് ഇൻക്രിമിനേഷനിൽ നിന്നുള്ള സംരക്ഷണം. എന്നുവച്ചാൽ നിങ്ങൾക്കെതിരെ തന്നെ സാക്ഷി പറയാൻ ഈ ലോകത്ത് ആർക്കും നിങ്ങളെ നിർബന്ധിക്കാൻ കഴിയില്ല. സിനിമയിൽ പോലീസ് പിടിക്കുമ്പോൾ നായകൻ പറയുന്നത് കേട്ടിട്ടില്ലേ, ഐ ഹാവ് ദ റൈറ്റ് ടു റിമെയിൻ സൈലന്റ് എന്ന്. ആ സംഭവം നമ്മുടെ ഭരണഘടന തരുന്ന ഈ അവകാശമാണ്. അപ്പോൾ ഈ ആർട്ടിക്കിൾ 20-ലെ മൂന്നാമത്തെ കാര്യം, അതായത് 20(3), ഓർത്തുവെക്കാൻ ഒരു കിടിലൻ എളുപ്പവഴിയുണ്ട്. ഓർത്തോളൂ, 3rd ഡിഗ്രി. പോലീസിന്റെ 3rd ഡിഗ്രി മുറകൾ ഉപയോഗിച്ച് ഒരാളെക്കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കാൻ ശ്രമിക്കില്ലേ, അതിനെ തടയുന്ന വകുപ്പാണത്. അപ്പോൾ ഓർത്തോളൂ, ആർട്ടിക്കിൾ 20(3) എന്ന് പറഞ്ഞാൽ നോ 3rd ഡിഗ്രി. ഇനി
ഇനി നമ്മൾ വരുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ എല്ലാം ഹൃദയത്തിലേക്കാണ്. അതെ, അനുച്ഛേദം 21 ജീവിക്കാനുള്ള അവകാശം. ഇതിനോടൊപ്പം തന്നെ ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ആ ജീവനും സ്വാതന്ത്ര്യത്തിനും നിയമപരമായ എന്ത് സംരക്ഷണമുണ്ട് എന്ന് പറയുന്ന അനുച്ഛേദം 22ലേക്കും നമ്മൾ കടക്കുകയാണ്. ഇതാണ് ആർട്ടിക്കിൾ 21. നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൂണെന്ന് തന്നെ പറയാം. ഇതിൽ വളരെ ലളിതമായി പറയുന്നു, നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങളുടെ അല്ലാതെ മറ്റാർക്കും, അത് ഭരണകൂടമായാൽ പോലും, ഒരാളുടെ ജീവനോ വ്യക്തിസ്വാതന്ത്ര്യമോ ഇല്ലാതാക്കാൻ കഴിയില്ല. അത്രയ്ക്ക് ശക്തമാണ് ഈ അവകാശം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആർട്ടിക്കിൾ 21ൽ ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുമ്പോൾ അത് വെറുതെ ശ്വാസം വിട്ട് ജീവിക്കുന്ന കാര്യമല്ല, മറിച്ച് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശമാണ്. അതുകൊണ്ടാണ് നമ്മുടെ സുപ്രീം കോടതി സ്വകാര്യതയ്ക്കുള്ള അവകാശം, ശുദ്ധമായ വെള്ളത്തിനും വായുവിനുമുള്ള അവകാശം, എന്തിന് നല്ലൊരു ഉറക്കത്തിനുള്ള അവകാശം പോലും ഈ ആർട്ടിക്കിൾ 21ന്റെ ഭാഗമായി വ്യാഖ്യാനിച്ചത്. നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റിക്കാണ് ഇവിടെ പ്രാധാന്യം. PSC പരീക്ഷയിൽ സ്ഥിരമായി ആവർത്തിക്കുന്ന ഒരു ചോദ്യമുണ്ട് കേട്ടോ. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പോലും സസ്പെൻഡ് ചെയ്യാൻ കഴിയാത്ത മൗലിക അവകാശങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം മറക്കരുത്, ആർട്ടിക്കിൾ 20ഉം 21ഉം. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഈ രണ്ട് അവകാശങ്ങളുടെയും പ്രാധാന്യം മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഇതത്രയ്ക്കും പ്രധാനപ്പെട്ടതാണ്. അടുത്തത് ആർട്ടിക്കിൾ 22. ഇത് ഓർത്തിരിക്കാനൊരു സിമ്പിൾ കോഡുണ്ട്. 22, അതായത് 2 കൈവിലങ്ങുകൾ. കണ്ടോ, ഒരാളെ അറസ്റ്റ് ചെയ്ത് കൈവിലങ്ങ് വയ്ക്കുമ്പോൾ ആ വിലങ്ങുകൾക്കിടയിലും അയാൾക്ക് ചില അവകാശങ്ങൾ നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട്. അതാണ് ആർട്ടിക്കിൾ 22 പറയുന്നത്. അപ്പോൾ ഈ ആർട്ടിക്കിൾ 22 പ്രധാനമായും 2 തരം അറസ്റ്റുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒന്ന്, ഒരു കുറ്റം ചെയ്തതിനു ശേഷം ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത്. അതിനെ പുണിറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറയും. 2, ഒരാൾ കുറ്റം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന സംശയത്തിന്റെ പേരിൽ ഒരു മുൻകരുതൽ എന്ന നിലക്ക് അറസ്റ്റ് ചെയ്യുന്നത്. അതാണ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ അഥവാ കരുതൽ തടങ്കൽ. ഈ രണ്ടിനും 2 തരം നിയമങ്ങളാണുള്ളത്. ഇതിൽ ആദ്യത്തേതിൽ, അതായത് കുറ്റം ചെയ്തതിന് ശേഷമുള്ള അറസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ് ഈ 24 മണിക്കൂർ നിയമം. അതായത് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളെ യാത്രാസമയം ഒഴികെ 24 മണിക്കൂറിനുള്ളിൽ ഏറ്റവും അടുത്തുള്ള മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരിക്കണം. ഇത് നിർബന്ധമാണ്. പോലീസിന്റെ അധികാര ദുർവിനിയോഗം തടയാനുള്ള ഏറ്റവും വലിയ ഒരു സുരക്ഷാ കവചമാണിത്. അപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട 4 മൗലിക അവകാശങ്ങളെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി പരീക്ഷാ ഹാളിൽ ഇതൊന്നും മറന്നുപോകാതിരിക്കാൻ നമ്മൾ പഠിച്ച ആ മെമ്മറി കോഡുകളൊക്കെ ഒന്നുകൂടി വേഗത്തിൽ ഓർത്തെടുത്താലോ? ഈ കാണുന്ന ടേബിളിലേക്കൊന്ന് നോക്കൂ. ആർട്ടിക്കിൾ 19 എന്തായിരുന്നു? നമ്മുടെ ഡെയിലി റുട്ടീനിലെ 6 സ്റ്റെപ്പുകൾ ഓർമ്മയില്ലേ? ആർട്ടിക്കിൾ 23 പോലീസിന്റെ 3rd ഡിഗ്രിയിൽ നിന്നുള്ള സംരക്ഷണം. സിമ്പിൾ. ആർട്ടിക്കിൾ 21 നമ്മുടെ 21 വയസ്സിൽ തുടങ്ങുന്ന അന്തസ്സുള്ളൊരു ജീവിതത്തിനുള്ള അവകാശം. പിന്നെ ആർട്ടിക്കിൾ 22 2 കൈവിലങ്ങുകൾ, അതായത് അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. ഈ കോഡുകൾ മാത്രം ഓർത്താൽ മതി, പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ അവകാശങ്ങളൊന്നുമില്ലാതെ നമ്മുടെ ഒരു ദിവസം പോലും നമുക്ക് ജീവിച്ചു തീർക്കാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ന് നമ്മൾ സംസാരിച്ച ഈ അവകാശങ്ങളിൽ ഏതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും വിലപ്പെട്ടതാണ്. ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. പുതിയൊരു വിഷയവുമായി PSC ക്ലാസ് റൂമിൽ നമുക്ക് വീണ്ടും കാണാം.